സുഹൃത്തുക്കളെ, ജർമ്മനിയിൽ ഭീകരാക്രമണം നടത്തിയവൻ യഥാർത്ഥ മുസ്ലിമാണ്. അവൻ എക്സ് മുസ്ലിമായിട്ട് അഭിനയിക്കുകയായിരുന്നു. ജർമ്മൻ തീവ്ര വലതുപക്ഷ ആളുകളെ സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടി അഭിനയിക്കുകയായിരുന്നു, ആൾമാറാട്ടം നടത്തുകയായിരുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അവിടുത്തെ സംഖ്യകളെ സൂചിപ്പിക്കാനൊക്കെ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി എക്സ് മുസ്ലിമായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതും ശരിയായിരിക്കാം. കാരണം ലക്ഷണങ്ങളെ കാണുമ്പോൾ അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള കാട്ടുസംഖ്യകളെയും തീവ്രവാദികളെയും ഒക്കെ അനുകൂലിക്കണം? എന്തിൻ്റെ പേരിൽ അനുകൂലിക്കണം? അപ്പോൾ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി അവരുടെ വെറുപ്പിന് വെള്ളം കോരി ഒഴിച്ച്, അതായത് ഇപ്പോൾ ഒരു മുസ്ലിം അവൻ്റെ മതത്തെ കുറ്റം പറയുമ്പോൾ അത് കേൾക്കാൻ സംഖ്യകൾക്കും ക്രിസംഖ്യകൾക്കൊക്കെ നല്ല സുഖമാണ്. എന്തിനാ ഒരു സാധാ വിശ്വാസിക്കും സുഖമാണ്. കാരണം അന്യൻ്റെ വീട്ടിലെ കുറ്റം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ സുഖിപ്പിച്ച് അവരുടെ പൈസയും സമയവും ആരോഗ്യവും ഒക്കെ അടിച്ചു മാറ്റി ജീവിക്കുക എന്നുള്ളത് സുഖകരമായ ഒരു ഏർപ്പാടാണ്. അങ്ങനെയുള്ള തക്കിയ ചെയ്യുന്ന ആളുകളും ചിലപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ വേറെ ഉദ്ദേശങ്ങളുണ്ടായി, ഇവരുടെ പൈസയൊക്കെ അടിച്ചു മാറ്റി ഇനി അവസാനം ഇവർ വ്യൂസ് കുറച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ വ്യൂസ് കാണുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വലിയൊരു പരിപാടി നടത്തിയാൽ ആ പരിപാടിയിൽ ബോംബ് കെട്ടിയിട്ട് തെറിക്കാൻ ഇവർക്ക് ചിലപ്പോൾ മടിയുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സംഖ്യകളെയും ക്രിസംഖ്യകളെയും കൊന്നിട്ട് ചാവാമെന്ന് ഈ എക്സ് മുസ്ലിമായിട്ട് നടിക്കുന്ന ഈ ഭീകരവാദി വിചാരിച്ചാൽ സംഖ്യകൾക്ക് അത് എടുക്കാൻ കഴിയില്ല. എന്തായാലും എന്നെ RSSന്റെ വമ്പൻ നേതാക്കളൊക്കെ അവരുടെ വേദികളിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവരോട് സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ട്, രഹസ്യ യോഗങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ തക്കിയ കാണിച്ചിട്ട് അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇവരെ സുഖിപ്പിക്കേണ്ട, സംഖ്യകളെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ ആ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടരുത്. കാരണം ആ ഒരു അഭിനയിക്കേണ്ട ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ സർക്കിളിൽ നിന്നും നിങ്ങളെ, അതായത് സംഖ്യകളെയും ക്രിസംഖ്യകളെയും അകറ്റി നിർത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ വെറുപ്പിനെയും നിങ്ങളുടെ മനോരോഗത്തെയും മുതലെടുത്ത് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അങ്ങനെ സംശയിക്കാം. ഇപ്പോൾ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ മൊത്തമായിട്ടും ബോബോട്ട് പൊട്ടിത്തെറിച്ച് നിങ്ങളെ കൊല്ലാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.